16 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നു. ഈ സമീപകാലത്ത് ഏറ്റവും വർഗീയ വിദ്വേഷം പറയുന്നവർക്കോ ബലാത്സംഗം ചെയ്തവർക്കോ പീഡിപ്പിച്ചവർക്കോ എന്തിന് അതിനേക്കാൾ ക്രൂരമായ കുറ്റകൃത്യങ്ങൾക്ക് പോലും വിധേയമായ മനുഷ്യർക്ക് കിട്ടാത്ത ഒരു പോലീസ് നടപടിക്രമവും ഏർപ്പാടുകളുമാണ് രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ നടന്നത്. അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വലിയ ആളുകളൊന്നും വലുതായി ഉണ്ടായിരുന്നില്ല. എനിക്കെന്തായാലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തോട് നീതി പുലർത്താനായി, അല്ലെങ്കിൽ ആ വിഷയത്തോട് നീതി പുലർത്താനായെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അദ്ദേഹവുമായി ഇടപാടുകളൊന്നുമില്ല, കടപ്പാടുകളൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചൊറിഞ്ഞു കൊടുക്കുന്ന ഏർപ്പാടുകളൊന്നും ഇന്നുവരെ നടത്തിയിട്ടില്ല. അതായത് ഒരാളിനെ പൊക്കി കൊടുക്കുന്നു, മറ്റേ ആൾ തിരിച്ചു വെക്കുന്നു, അങ്ങനെയുള്ള ഏർപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അയാളോട് കാണിച്ചതൊരു നീതിയില്ലായ്മയാണ് എന്ന് പലതവണ പറയാനും ആ വിഷയത്തിൽ കമാൽ പാഷയെ പോലെയുള്ള മുൻ ന്യായാധിപന്മാരെ കൊണ്ട് അഭിപ്രായം പറയിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇതെല്ലാം സഹിച്ചൊപ്പം നിന്നൊരു പെൺകുട്ടിയുണ്ട്, ദീപ. ആ കുട്ടിയും 2 മക്കളും ഈ 16 ദിവസങ്ങളിൽ അനുഭവിച്ച പ്രയാസങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളമായിരിക്കും? അവൾക്കൊപ്പം ആരെയും കണ്ടില്ല, അവൾക്കൊപ്പം ഒരാളെയും കണ്ടില്ല. ഈ രാഹുൽ ഈശ്വറിൻ്റെ അമ്മയും ആ പെൺകുട്ടിയും ഈ മക്കളും കൂടി ആവർത്തിച്ച് പലയിടങ്ങളിൽ ചെന്ന് വലഞ്ഞതും കറങ്ങിയതും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിവസമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രമേൽ ക്രൂരമായ എന്തെങ്കിലും ശിക്ഷയോ തെറ്റോ ആയിരുന്നോ ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തൊക്കെയോ അയാൾ പറഞ്ഞു. ആ പറഞ്ഞത് ആ പ്രവൃത്തിയേക്കാൾ ക്രൂരമൊന്നുമല്ല. ആ പ്രവൃത്തി ചെയ്തവർക്ക് കിട്ടിയ പരിഗണന പോലും അതിൽ മറ്റെന്തൊക്കെയോ പറഞ്ഞു എന്ന പേരിൽ ഈ മനുഷ്യന് കിട്ടിയില്ല എന്നതാണ് സത്യം. രാവിലെ ഞാൻ രാഹുൽ ഈശ്വറിനെ അങ്ങോട്ട് വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് ഒറ്റ കാര്യമാണ് ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞത്. നിങ്ങളിനി നിങ്ങളുടെ ശബ്ദം വിറ്റ് ജീവിക്കുന്ന ഈ ചാനലുകളിൽ പോയി വിളമ്പാൻ നിൽക്കരുതെന്ന് മാത്രം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ വിൻഡോയിലൂടെ പറയാം. എന്താ കാര്യം എന്നറിയോ? ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് കിടന്ന് ഈ മാങ്കൂട്ടത്തിൽ പക്ഷം പറഞ്ഞതുകൊണ്ടാണ് ഈ ഓരോ ചാനലുകാരൻ്റെയും ഓരോ കട്ടുകളും വിറ്റതും അവനൊക്കെ ലക്ഷക്കണക്കിന് രൂപ കിട്ടിയതും. അതിന് നിലവിളിക്കുന്നത് പോലൊരു ഓർമ്മയുമില്ലാതെ ഈ രാഹുൽ ഓടുകയായിരുന്നു. എനിക്കതെന്ന് തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും വെപ്രാളം പിടിച്ച്, എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? പുള്ളി പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ലജ്ജയും നാണക്കേടും അപമാനവും യവൻ ആര് എന്ന ചോദ്യവുമൊക്കെ ആയിരുന്നു. പക്ഷേ നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നെനിക്കറിയില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ പുരുഷ കമ്മീഷൻ വേണമെന്നും പറഞ്ഞിട്ടൊരു ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു MP ആണ് അത് അവതരിപ്പിച്ചത്. ആ MP-യുടെ പേര് രാജ്യസഭയിലാണ്. ഡോക്ടർ അശോക് കുമാർ മിത്തൽ, ആം ആദ്മി പാർട്ടി MP ആണ്. അദ്ദേഹം ഒരു പ്രൈവറ്റ് ബില്ലാണ് കൊണ്ടുവന്നത്, നാഷണൽ കമ്മീഷൻ ഫോർ മെൻ ബിൽ 2025 എന്ന് പറഞ്ഞിട്ട്. അയാൾ ആ ബില്ലിനെ പ്രസ് ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഈ സമൂഹത്തിൽ ആണുങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വേദനകളുണ്ട്, ചതിക്കപ്പെടുന്നവരുണ്ട്, കുടുക്കപ്പെടുന്നവരുണ്ട്, ഹണി ട്രാപ്പുകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു നാഷണൽ കമ്മീഷൻ വേണമെന്നാണ് പറഞ്ഞത്. ഇയാൾ മോശക്കാരനൊന്നുമല്ല, ഈ രാജ്യസഭയിലിരിക്കുന്ന അശോക് കുമാർ മിത്തൽ എന്ന് പറയുന്ന ആൾ. പക്ഷേ നിങ്ങൾക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ അവൻ വട്ടനോ ഭ്രാന്തനോ ഒക്കെയായി. കുറേ നവോത്ഥാനവാദിനികൾ രംഗത്ത് വന്നു. നവോത്ഥാനവാദിനികൾ രംഗത്ത് വന്നാൽ പിന്നെ നവോത്ഥാനവാദികൾ അവരെ കൂടെ നിൽക്കുകയുള്ളൂ. പിന്നെ രാഹുൽ ഈശ്വറൊക്കെ ആര്? അവരോടൊപ്പം നവോത്ഥാനവാദികൾ കൂടി ആ പാവപ്പെട്ടവനെ പിടിച്ചങ്ങ് ജയിലിൽ വിട്ടു. ഇട്ടോ ഏത് ചാനലിലിരുന്നാണോ അവൻ്റെ ശബ്ദം വിൽക്കാൻ അവസരം നൽകിയത് അവരെല്ലാവരും അങ്ങ് ആസ്വദിച്ചു. ചില മഹാന്മാരൊക്കെ പോസ്റ്റിട്ടത് അവൻ്റെ തലയിൽ ജെട്ടിയിടുന്നവനെ കണ്ടോ എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ എത്രയോ മാന്യനാണ് ഈ പറയുന്നവരൊക്കെ എന്നുള്ളത് ഞാൻ ഓർത്തുപോയി. ജെട്ടി കഴുകി കൊടുത്ത ആളുകളാണ് അവൻ്റെ ജെട്ടിയെ പറഞ്ഞത്. ഏതായാലും 16 ദിവസങ്ങൾക്കകം പുറത്തു വന്നു. ഞാനത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ രാഹുൽ ഈശ്വറിനോട് ഇതിലൂടെയും പറയുന്നത്, നിങ്ങളെ വിൽക്കാൻ നിങ്ങൾ പോയി ഇരുന്ന് കൊടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളെവിടെങ്കിലും യോഗങ്ങളിലോ സെമിനാറുകളിലോ ഒക്കെ പ്രസംഗിക്കാൻ പോവുക, കുടുംബം നോക്കുക, ആശയങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതുക. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറവുശാലകൾ പോലെ മുൻവിധിയോടെ പ്രവർത്തിക്കുന്ന ഈ ചാനലുകൾക്കകത്ത് പോയിരുന്ന് ഘോരാഘോരം ബാധിച്ച് അവർക്ക് മിടുക്കനാവാനും, നമ്മൾ സാറിന് ഈ എവിടെങ്കിലും ഇട്ട് അടിച്ചൊരാൾക്ക് ചാമ്പ്യൻ ആവണമെങ്കിൽ ഒരു ഭിത്തി കിട്ടണമല്ലോ. അപ്പോൾ അതുപോലെ പുറം കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ വെള്ളയിൽ വെച്ച് കൊടുത്ത് അവരടിച്ച് ചാമ്പ്യന്മാരായി മിടുക്കന്മാരായി ആ കട്ടുകളും കട്ട് ചെയ്ത് വിറ്റ് ലക്ഷങ്ങൾ ഒപ്പിക്കാൻ നിങ്ങളുടെ ജീവിതം കൊടുക്കാതിരിക്കുക. കേട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രമാത്രം.